ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഒന്ന് നമ്മൾ ഡ്രോപ്സ് ആണ് കേട്ടോ, വൈറ്റ് സ്റ്റോൺസിൻ്റെ ഡ്രോപ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റഡ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ നെക്ലസ്, ഒരുവിധം വൈറ്റ് പാറ്റേൺസ് കാണിച്ചിട്ടുണ്ട്. വളകളൊക്കെ പിന്നെ സമാധാനത്തിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മൾ ആദ്യം കാണിക്കുന്നത് ഓരോ കമ്മലിൻ്റെയും ഫോട്ടോസാണ്. അപ്പോൾ ആദ്യം കാണിച്ചത് ഹെവി, അങ്ങനെ വന്ന് ഏറ്റവും ചെറിയത് വരെയുണ്ട്. അപ്പോൾ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മണി വീണ് കിടന്നാൽ മതിയാവും. അപ്പോൾ ആ പാറ്റേൺ തൊട്ട് ഹെവി ആയിട്ടുള്ളത് വരെയാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. സ്റ്റഡ്സ് ഒന്നുമില്ല, ഡ്രോപ്സ് മാത്രമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തന്നെ സെയിം ചിലപ്പോൾ റൂബി വൈറ്റിൽ കാണാൻ പറ്റും. റൂബി വൈറ്റൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. വൈറ്റ് ഡ്രോപ്സ് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല, അപ്പോൾ അതാണ് ഞാൻ ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. അതുപോലെ തന്നെ പേളിൻ്റെ മാല കുറേ പേര് ചോദിച്ചു. ഞാൻ അധികം വൈകാണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു ബോറടി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിട്ട് അതുപോലെ തന്നെ റിപ്പീറ്റ് വീഡിയോസും കാണിക്കുന്നത്. കാരണം കാണാണ്ട് പോകുന്നവർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവർക്കും കൂടി കാണാനൊരു അവസരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റിപ്പീറ്റഡ് വീഡിയോസ് ഇട്ടത് കേട്ടോ. അപ്പോൾ ശരിക്കും മെയ് മാസത്തോട് കൂടിയിട്ട് ഒരുവിധം എല്ലാവരും കണ്ടു തുടങ്ങിയിട്ടുണ്ട്, അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനൊരു ചാനൽ ഉണ്ട് എന്നുള്ളത്. ഇതുവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനൊരു ചാനലുണ്ട്, അല്ലെങ്കിൽ ഡ്രീം കളക്ഷൻസ് നമ്മളുടെ സെയിം ചാനലാണ് എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ മെയിൻ ചാനലിൽ കൂടെ നമ്മളുടെ ചാനലാണ് ഡ്രീം കളക്ഷൻസ് എന്ന് പറഞ്ഞ പിന്നെ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കാരണം സബ്സ്ക്രൈബേഴ്സ് കൂടണമൊന്നുമില്ല. പറ്റിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് തന്നെ പുതിയ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് കടന്നാലോ. അപ്പോൾ ഇതൊക്കെ ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഈ കാണുന്നതിൽ ഇഷ്ടമായ ഫോട്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുള്ള സമയം നമ്മൾ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് ഡ്രോപ്സിൻ്റെയും സ്റ്റഡിൻ്റെയും ഇടയിൽ ഒരു സെപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഒരു ഗ്യാപ്പ് ഇടുന്നതാണ്. അപ്പോൾ എനിക്കും അത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു ഇത്തിരി എളുപ്പമുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സംഭവം കാണിക്കുന്നത്, ഡ്രോപ്സ്. അപ്പോൾ നിങ്ങളിതിൻ്റെ നീളം അറിയണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വിരലിൻ്റെ ഇടയിൽ ഏകദേശം പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്ര ലെങ്ത്ത് ഉണ്ടെന്ന് അറിയാൻ പറ്റും കണ്ടോ. അപ്പോൾ അത് ഫുൾ AD സ്റ്റോൺസും ക്രിസ്റ്റൽ ഇതും ഉള്ള പാറ്റേണാണ് കണ്ടോ. പലതരം കല്ലുകളാണ്, കുഞ്ഞിതും ഇടത്തരം പിന്നെ മറ്റേതും. ഇതാണ് അതിൻ്റെ ബാക്ക് വരുന്നത്. സ്ക്രൂ ആണ്, അതായത് സാധാരണ സ്വർണ്ണ കമ്മലിൻ്റെ സ്ക്രൂ ആണ്. ഇത് ഒരു വെറൈറ്റി സംഭവമാണ്, ഭയങ്കര ഈ ഡയമണ്ട് ഫിനിഷിലുള്ള ടൈപ്പാണിത്. നിങ്ങൾക്ക് ആ പാറ്റേൺ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ റോയലായിട്ടുള്ളൊരു പ്രീമിയം കളക്ഷനിൽ പെട്ടതാണ് കേട്ടോ. ഇതിൻ്റെയും സ്ക്രൂ ആണ്. അപ്പോൾ ഞാൻ തിരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചെണ്ണത്തിന് പിന്നുണ്ട്. ഇത് അതിനേക്കാളും ഭംഗിയുള്ള ഒരു സംഭവമാണ്. ഇത് നിങ്ങൾ കാണുമ്പോൾ വലുതാന്ന് തോന്നും, അങ്ങനെ വലിയതൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൻ്റെ ഒരളവ് വെച്ച് നിങ്ങളിങ്ങനെ നോക്കിയിട്ട് ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാവുന്നതുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമുക്ക് എങ്ങനെ വന്നാലും ഇങ്ങനെ വിശദീകരിച്ച് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ബാക്കും കണ്ടിട്ടുണ്ടാവും, സ്വർണ്ണ കമ്മലിൻ്റെ പോലെ പിരി തന്നെയാണ്. ഇത് ഇപ്പോൾ സ്റ്റോൺസും ക്രിസ്റ്റൽസും കൂടിയിട്ടുള്ളതാണ്. ഇതിൻ്റെയും പിരിയാണ്. ഇത് 1, 2, 3 എന്നുള്ള രീതിയിലാണ്. ഇത് നല്ല ഭംഗിയുള്ള സ്റ്റോൺസാണ് കേട്ടോ. ഇത് മറ്റ് ഫുൾ ഗോൾഡിൻ്റെ ഇലയും ഒരു സ്റ്റഡ് മാത്രം ഒരു വൈറ്റ് സ്റ്റോണായിട്ടുള്ള ഡ്രോപ്സാണ്. തീരെ വെയിറ്റ് ഇല്ല, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ബാക്കും ഈ പറഞ്ഞ പോലെ സ്ക്രൂ ആണ്. പിന്നെ എന്താ പറയുക, പൊള്ളയൊന്നുമല്ല, അത്യാവശ്യം ഇതുള്ള പാറ്റേൺ. ഇത് ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. ഫ്രണ്ടിൽ മൊത്തം ഒരു സെമി സർക്കിൾ എന്ന് പറയില്ല, അടിയിലേക്ക് കിടക്കുന്നത് വരെ സ്റ്റോൺസാണ്, അപ്പുറത്ത് സ്റ്റോൺസ് ഒന്നും ഇല്ലാണ്ട്. പിന്നെ സ്റ്റഡ് സാധാരണ ഒരു സ്റ്റഡും. ഇത് നമ്മളുടെ പണ്ടത്തെ പതക്കം ഉണ്ടല്ലോ, പതക്കത്തിൻ്റെ സ്റ്റഡിന് പകരം പകരമല്ല, സ്റ്റഡ് ഉപയോഗിക്കാണ്ട് ഡ്രോപ്സ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് വരുന്നതാണിത്. ഇതും ഇങ്ങനെയാണ് വരുന്നത്, ബാക്കിൽ പിരിയാണ്. ഇത് ഒരു സ്റ്റഡാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ബാക്കിൽ പിന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് തിരിച്ച് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കിത് ഫോട്ടോ എടുത്തിട്ട് ഇന്ന സാധനം വേണ്ടതെന്ന് പറയാം. പിന്നെ ആവശ്യമുള്ളവർ കുറേ പേര് ചോദിക്കാറുണ്ട്. അത് പിൻ ടൈപ്പാണ്, ഇത് സ്ക്രൂ ടൈപ്പാണ് കേട്ടോ. ഇതും ഒരു പ്രത്യേക കല്ലുകൾ, വെള്ളയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ കല്ലുകൾ. ഇത് ഭയങ്കര ഭംഗിയാട്ടോ ശരിക്കും. ഇതിന് ലെഫ്റ്റും റൈറ്റും ഉണ്ട് കേട്ടോ. മയിൽ ഇങ്ങനെ ഇരിക്കണ പോലെയാണ് അതിൻ്റെ ആ പണി. അപ്പോൾ ഇതിന് ഈ കുഞ്ഞു മണിയാണ് താഴെയുള്ളത്. പക്ഷേ കറക്റ്റ് ഗോൾഡ്, ഒരാളും ഗോൾഡ് അല്ല എന്ന് പറയില്ല. ഇതും അതുപോലത്തെ വേറൊരു വെറൈറ്റിയാണ്. ഒറ്റ ഡ്രോപ്സ്, ചിലർ ഞാൻ പറയില്ല സ്റ്റഡ് അല്ലാണ്ട് ഡ്രോപ്സ് വേണമെന്ന് പറയുന്നവർക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ സെൻറ്ററിലാണ് അതിൻ്റെ കമ്പി വരുന്നത്.
സ്ക്രൂ ആണ്. ഇത് പിൻ ടൈപ്പാണ് കേട്ടോ. ഇത് എ ഡി സ്റ്റോൺസാണ്, ഫുൾ എ ഡി സ്റ്റോൺസാണ്. ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ പിൻ ടൈപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൽ 2 പാറ്റേൺ അങ്ങടെ പിൻ ടൈപ്പ് കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളത് ഏതാണെന്നൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇത് അതുപോലെ ഗോൾഡൻ പീരി ആയിട്ടുള്ളതാണ്. കാരണം ഇതെനിക്ക് ഉറപ്പുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ഇടുന്ന ഒരു ഐറ്റമാണിത്. ലെഫ്റ്റും റൈറ്റും ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മയിലാണ് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ പിൻ ടൈപ്പാണ്. നമ്മളുടെ സ്റ്റോൺസും വെച്ച് ഒരു മണി ഞാൻ എടുക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റഡുണ്ട്, നമ്മൾ സ്റ്റഡും നിങ്ങൾ കുറേ പേരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്, ലോക്കറ്റും സ്റ്റഡും കൂടിയുള്ള ഒരു സെറ്റ്. അപ്പോൾ അതിന് സ്റ്റഡ് ആവശ്യമില്ല, സ്റ്റഡ് ഉപയോഗിക്കാണ്ട് ഡ്രോപ്സ് ആവശ്യമുള്ളവർക്ക് ഈ ഡ്രോപ്സ് യൂസ് ചെയ്യാം. ഇത് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് നീളം കണ്ടറിയാം, അധികം വലിപ്പമില്ല എന്നാൽ നന്ന ചെറുതുമല്ലാത്ത വലിപ്പത്തിലുള്ള ഡ്രോപ്സാണിത്. ഇതിൻ്റെയും സ്റ്റഡ് പീരിയാണ്. പിന്നെ ഒന്നും പിൻ ടൈപ്പ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ആ 3-4 പാറ്റേൺ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയാണ്, പണ്ടത്തെ കമ്മലിൻ്റെ ടൈപ്പാണത്. ഇതും അതെ, കുട്ടികൾക്കൊക്കെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ഇടാം. വരെയല്ല, അത് കഴിഞ്ഞിട്ടുള്ളത് കുട്ടികൾക്കിടാം. ഇതിൻ്റെയൊക്കെ പിന്നെ ശരിക്കും നടുക്കാണ് അതിൻ്റെ ഇത് വരുന്നത് കേട്ടോ. കുറേ പേർക്ക് ഞാൻ ഈ ഓരോന്നും കാണിക്കുന്നത് അങ്ങനത്തെയും കൂടി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് ഓരോന്നിൻ്റെയും ബാക്ക് സൈഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് കേട്ടോ. ഫുൾ വൈറ്റ് സ്റ്റോൺസ്, ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിന്. അധികം വലിപ്പമില്ല എന്നാൽ കുറേ ചെറുതുമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിരലുമ്മ കണ്ടറിയാലോ. ഇത് അതിനേക്കാൾ കുറച്ചും കൂടി സൈസിൽ കുറച്ചും കൂടി എന്താ പറയുക, എ ഡി സ്റ്റോൺസാണ്. പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടേ ഇല്ല സ്റ്റോൺസ്. അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഡ്രോപ്സ്, വൈറ്റ് ഡ്രോപ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഓർഡർ ചെയ്യുക ഈ കാണുന്ന നമ്പറിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം. ബൈ.